ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഫിംഗർ ഫുഡ് ഫാക്ടറി. കുറച്ച് സവോള, കുറച്ച് തക്കാളി, ഇത്തിരി കുക്കുംബർ, ഇതെല്ലാം ചേർത്ത് ഒരു വെജ് സാൻഡ്വിച്ച് നല്ല അടിപൊളിയായിട്ട് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നമുക്ക് ഈ വീഡിയോയിലൂടെ നോക്കാം. ഈ വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് കണ്ട് ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യണേ. അതല്ല, നിങ്ങൾക്കത് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്തോ. പക്ഷേ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായം ഒന്ന് കമൻറ്റ് ചെയ്യണം. നമുക്കിതൊന്ന് റെഡിയാക്കി എടുക്കണ്ടേ, അതുകൊണ്ടാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. വാ. ഒരു വെജ് സാൻഡ്വിച്ച് ചെയ്യാൻ ആദ്യം നമുക്ക് ഒരു തക്കാളി, ഒരു സവോള, ഒരു കുക്കുംബർ, ഇത് മൂന്നും എടുത്തിട്ട് അതിനകത്ത് സവോള എടുത്ത് രണ്ടായിട്ട് മുറിക്കുക. അതിൻ്റെ ഏകദേശം ഈ രണ്ടായിട്ട് മുറിച്ച ഭാഗത്തിൻ്റെ ഒരു പകുതി മതി, അതായത് ഒരു ക്വാർട്ടർ സവോള. ചെറിയ സവോള ഞാൻ എടുത്തിരിക്കുന്നത്. അതിനകത്ത് നേരത്തെ ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, 9 രീതിയിൽ സവോള എങ്ങനെ അരിയാന്നുള്ളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനകത്ത് പറയുന്ന പോലെയുള്ള ഒരു വെർട്ടിക്കൽ സ്ലൈസാണ് എരിഞ്ഞിരിക്കുന്നത്. അത് വിടിയിച്ച് കൊടുക്കുക. പിടിച്ചു കൊടുത്തിട്ട് നമുക്ക് അരിഞ്ഞ സവോള ഒരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. അടുത്തായിട്ട് നമുക്കൊരു കുക്കുംബർ എടുക്കാം. ആ കുക്കുംബർ എടുത്തിട്ട് അതിൻ്റെ രണ്ടറ്റവും ഒന്ന് മുറിച്ച് കളയുക. എന്നിട്ട് ഒരു 4 സ്ലൈസ്, ഞാനിപ്പോൾ 4 സ്ലൈസാണ് ചെയ്തിരിക്കുന്നത്. 4 വട്ടത്തിൽ 4 സ്ലൈസായിട്ട് മുറിക്കുക. ഇപ്പോൾ കുക്കുംബറിൻ്റെ വലിപ്പത്തിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് 4 അതിലധികമോ, അല്ലെങ്കിൽ നിങ്ങളുടെ ടേസ്റ്റിൻ്റെ പ്രിഫറൻസ് അനുസരിച്ചിട്ട് നിങ്ങൾക്ക് അതിൽ കൂടുതൽ 4 അല്ലെങ്കിൽ 5 6 സ്ലൈസ് ആക്കിയാലും കുഴപ്പമൊന്നുമില്ല. ഞാനിപ്പം 4 എടുത്തിട്ടുള്ളൂ. അതിനുശേഷം ഒരു തക്കാളി എടുക്കുക. ഞാനൊരു വലിയ തക്കാളി എടുത്ത് ഒരു ഇടത്തരം തക്കാളി മതിയാവും. ഞാനിപ്പോൾ ഈ ചുമന്ന കത്തി എന്ന് പറയുന്നത് ഒരു ടൊമാറ്റോ സ്ലൈസറാണ്. അതാണെങ്കിൽ നമുക്ക് നല്ല കനം കുറച്ചൊക്കെ അരിയാൻ പറ്റും. തക്കാളി സാധാരണ സാൻഡ്വിച്ചിനൊക്കെ വെക്കുമ്പോൾ നല്ല കനം കുറച്ച് അരിയുന്നത് നല്ല. അപ്പോൾ സാധാരണ സാധാരണ കത്തിയൊക്കെ വെച്ച് അരിഞ്ഞു കഴിഞ്ഞാൽ അത്രയും കനം കുറച്ച് അരിഞ്ഞു വരത്തില്ല. ഈ ടൊമാറ്റോ സ്ലൈസർ ആകുമ്പോൾ നല്ല കനം കുറച്ച് വരും. ഞാനിതിനകത്ത് 4ആയിട്ട് മുറിച്ചിട്ടുണ്ട്. പക്ഷേ തക്കാളി വലിയ തക്കാളിയുണ്ട്, ഞാനൊരു 3 സ്ലൈസ് എടുക്കത്തുള്ളൂ. ഈ സവോള എല്ലാം അരിഞ്ഞതിന് ശേഷം ഒരു 2 സ്ലൈസ് സാൻഡ്വിച്ച് ബ്രെഡ് എടുക്കുക. ഇപ്പോൾ സാൻഡ്വിച്ച് ബ്രെഡ് ഇപ്പോൾ എല്ലാ സൂപ്പർ മാർക്കറ്റുകളിലും നമുക്കിപ്പോൾ അവൈലബിൾ ആണ്. അതെടുത്തിട്ട് ആദ്യം ആ കുക്കുംബർ വെക്കുക. ഈ കുക്കുംബർ ആദ്യം വെക്കുന്നതിൻ്റെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, തക്കാളി ആദ്യം വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ആ വെള്ളം ഇറങ്ങി ബ്രെഡ് ഒരു ചെറിയ നനവാകാൻ, സോക്ക് ചെയ്യാന്ന് പറയും, നനവാകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ആദ്യം കുക്കുംബർ വെക്കുക. അതിൻ്റെ മുകളിൽ ഒരു 3 സ്ലൈസ് തക്കാളി വെക്കുക. ഞാൻ നേരത്തെ അല്ലേ 4 അരിഞ്ഞെങ്കിലും 3 വെക്കുന്നുള്ളൂ. അപ്പോൾ ആ ഒരു 3 സ്ലൈസ് തക്കാളി വെക്കുക. അതിന് ഇതൊക്കെ നിങ്ങളുടെ താല്പര്യത്തിനനുസരിച്ചിട്ട് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. ഞാൻ പല വീഡിയോകളും കണ്ടിട്ടുണ്ട്. ഈ നോർത്ത് ഇന്ത്യൻ തട്ടുകടയിലൊക്കെ വീഡിയോസിലൊക്കെ ഈ സാൻഡ്വിച്ച് ഉണ്ടാക്കുന്നവർ വയ്ക്കുന്ന പച്ചക്കറിയെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ പോലും ഞെട്ടിപ്പോവും. അത് കഴിഞ്ഞ് കുറച്ച് സവോള അരിഞ്ഞു വെച്ചിരിക്കുന്ന നമ്മളൊരു ക്വാർട്ടർ സവോള, ചെറിയ സവോള, അത് അതിനകത്തോട്ട് വെക്കണം. സവോള ഒന്ന് പരത്തി കൊടുത്ത് നല്ലതായിരിക്കും. അതിനുശേഷം നമ്മൾ ഒരു നുള്ളു ഉപ്പ് ചേർത്ത് കൊടുക്കണം. പിന്നെ ഒരു നുള്ളു കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുക. ഈ ഉപ്പും കുരുമുളകും ഒക്കെ നിങ്ങളുടെ പ്രിഫറൻസിനും ടേസ്റ്റിനും അനുസരിച്ചിട്ട് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം. ഞാനിപ്പം കുരുമുളക് ഒരു നുള്ളിൽ കൂടുതൽ എടുത്തിട്ടുണ്ട്. ഇനിയാണ് നമ്മുടെ സീക്രട്ട്, ചീസ്, അതായത് മൊസറല്ല ചീസ് 1 ടേബിൾ സ്പൂൺ ആഡ് ചെയ്ത് കൊടുക്കണം. നമ്മൾ സാധാരണ സാൻഡ്വിച്ചിനെ ഒരു നെക്സ്റ്റ് ലെവലിലേക്ക് കൊണ്ടുപോകുന്നത് ഈ മൊസറല്ല ചീസാണ്. അതിനുശേഷം കുറച്ച് മയോണീസ്, വെജ് മയോണീസ് അപ്പുറത്തെ സ്ലൈസിലോട്ട് തേച്ച് കൊടുക്കുക. നിങ്ങൾ നോൺ വെജൊക്കെ ഉപയോഗിക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നമുക്ക് സാധാരണ എഗ് മയോണീസ് എടുക്കാം. അത് ഗാർലിക് മയോണീസാണ് ഏറ്റവും ബെസ്റ്റ്. സാൻഡ്വിച്ചിന് ടേസ്റ്റിന് ഗാർലിക് മയോണീസാണ് ഏറ്റവും ബെസ്റ്റ്. പക്ഷേ വെജ് സാൻഡ്വിച്ച് വരുമ്പം അത് ചെയ്യുന്നതിൽ അർത്ഥമില്ലല്ലോ. ഇതെല്ലാം വെച്ച ബ്രെഡ് അടച്ചതിന് ശേഷം നമ്മളൊന്ന് ടോസ്റ്റ് ചെയ്തെടുക്കാം. എൻ്റെ കയ്യിൽ ഒരു നല്ല ഹെവിയായിട്ട് ടോസ്റ്ററുണ്ട്. അതിലൊരു 200 ഡിഗ്രിയിൽ വെച്ചിട്ട് നമുക്ക് 2 സൈഡും ഗ്രില്ലാകുന്ന വരെ, അതായത് ഗോൾഡൻ ബ്രൗൺ ആകുന്നത് വരെ നമുക്കത് ഒന്ന് മുരിച്ചെടുക്കാം.
അപ്പോൾ സാധാരണ നമുക്ക് ഒരു 2000-2500 രൂപ മുതൽ ടോസ്റ്റേഴ്സ് കിട്ടും. ഇത് ഒന്ന് ടോസ്റ്റ് ചെയ്ത് ഒന്ന് സൈഡൊന്ന് മുരിഞ്ഞ് വരാൻ നേരത്ത് മുരിഞ്ഞ് വരാൻ നേരത്ത് കുറച്ച് ബട്ടർ തേച്ച് കൊടുക്കുക. ബട്ടർ ഇതുപോലെ തന്നെ ഞാൻ സാധാ ബട്ടറാണ് തേച്ചിരിക്കുന്നത്. അതിന് പകരം കുറച്ചുകൂടെ ടേസ്റ്റ് വേണമെന്നുണ്ടെങ്കിൽ ഗാർലിക് ബട്ടർ കിട്ടും, അമൂലിൻ്റെ ഗാർലിക് ബട്ടർ കിട്ടും. അത് തേച്ച് കൊടുത്താലും നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇതിപ്പോൾ നന്നായിട്ട് മുരിഞ്ഞ് നല്ല ഗോൾഡൻ ബ്രൗണായി വന്നിട്ടുണ്ട്. ഇതാണ് അതിൻ്റെ പാകം. സംഭവം സൂപ്പർ ടേസ്റ്റാണ്. ഇതിപ്പോൾ ഗ്രില്ലില്ലാത്ത ഒരാളാണെന്നുണ്ടെങ്കിൽ നമ്മുടെ സാധാരണ ദോശക്കല്ലില്ലേ, ഇരുമ്പിൻ്റെ ദോശക്കല്ല്, ആ ദോശക്കല്ലിൽ ബട്ടർ തേച്ച് അപ്പുറം ഇപ്പുറം മുരിച്ച് കൊടുത്താലും ഇപ്പോൾ മുമ്പിലൊക്കെ സ്ട്രീറ്റ് ഫുഡൊക്കെ നമ്മൾ കഴിക്കുമ്പോൾ അവരൊക്കെ ഇതേപോലത്തെ നല്ല വെയിറ്റുള്ള ഒരു ഗ്രില്ലായിരിക്കും ചെയ്യുന്നത്. നമ്മളൊന്ന് രണ്ടായിട്ട് എടുത്ത് മുറിക്കാം. നമ്മളൊരു സ്പൂൺ മൊസറല്ല ചീസ് ഇട്ടുള്ളൂ, അതുകൊണ്ട് ഭയങ്കര ചീസ് പുള്ളൊന്നും ഉണ്ടാകത്തില്ല. പക്ഷേ അടിപൊളി ടേസ്റ്റാണ്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യണം. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് സ്റ്റേ ട്യൂൺ ഫോർ മോർ വീഡിയോസ്.